തിരുവനന്തപുരം നെടുമങ്ങാട് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. വെമ്പായം സ്വദേശി സൗമ്യയാണ് മരിച്ചത്. ഭർത്താവ് സജിയും പൊള്ളലേറ്റ് ചികിത്സയിലാണ്. റിസ്വാൻ ഹുസൈൻ ചേരുന്നുണ്ട്. റിസ്വാൻ, വിവരങ്ങൾ. ഭദ്ര, തിരുവനന്തപുരം നെടുമങ്ങാട് ആനാട് ഭാഗത്താണ് ഈ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചത്. വെമ്പായം സ്വദേശി സൗമ്യയാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം ഇവരുടെ വീട്ടിൽ സൗമ്യയെയും അതുപോലെ തന്നെ ഭർത്താവ് സജിയെയും പൊള്ളലേറ്റ നിലയിൽ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. ഇരുവരെയും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ രണ്ട് ദിവസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു സൗമ്യയും അതുപോലെ തന്നെ ഭർത്താവ് നിലവിൽ ഗുരുതരമായി പൊള്ളലേറ്റ് മെഡിക്കൽ കോളേജ് ICUവിൽ തുടരുകയാണ്. ഇന്ന് ഉച്ചയോടെയാണ് സൗമ്യയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇരുവരും തമ്മിൽ വീട്ടിൽ വഴക്ക് നടന്നു എന്നുള്ള കാര്യം നാട്ടുകാർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഈ തീപ്പൊള്ളലേറ്റത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഈ സജി ഇപ്പോഴും ചികിത്സയിലാണ്. സജിയുടെ കഴുത്തിനാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. അതുകൊണ്ട് തന്നെ സംസാരിക്കാനോ അല്ലെങ്കിൽ പോലീസിന് മൊഴി രേഖപ്പെടുത്താനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു നിഗമനത്തിലെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സ്വയം ജീവനൊടുക്കിയതാണോ അതോ പരസ്പരം ഭർത്താവ് തീയിട്ടതാണോ എന്നുള്ളൊരു സംശയം പോലീസിനുമുണ്ട്. എന്തായാലും പോലീസ് ഈ സജിയുടെ മൊഴിയെടുത്താൽ മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇവർക്കൊരു 3 വയസ്സുള്ള ഒരു കുട്ടി കൂടിയുണ്ട്. നിലവിൽ ഈ പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സൗമ്യയുടെ മൃതദേഹം.